ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീമി വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ രുചികരമായി തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു പോർക്ക് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലാണ് കേട്ടോ ഈ പോർക്ക് കറി കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്ന് ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് ആവശ്യമായി നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കിലോ പോർക്കാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായി നമ്മൾ എടുത്തിരിക്കുന്നത് 3 സവോള, 2 തക്കാളി, 2 ടീസ്പൂൺ വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില. നമ്മൾ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട ശേഷം നമ്മൾ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോള ഒന്ന് ചെറുതായിട്ട് ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇറച്ചിയിൽ നെയ്യ് ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇപ്പോൾ അടുപ്പത്തേക്ക് വെച്ചേക്കുകയാണേ. നമ്മൾ ഫിഷ് കറിയുടെ ഒരു ലോങ് വീഡിയോ ഇട്ടപ്പോൾ അതിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ അടുപ്പിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ തോടെടുക്കുന്നത് നല്ല ഭംഗിയുണ്ട്, ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഉള്ളൊരു തോടാണ് കേട്ടോ. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പ് അങ്ങനെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ നല്ല ഭംഗിയാണല്ലോ പുറത്ത്. അപ്പം നമ്മൾ നെയ്യ് ഊറ്റി എടുത്തിട്ട് നമ്മളെ ഇറച്ചിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് അടച്ച് വെക്കാവേ. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒന്ന് കറിയൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വെക്കണം. ഇനി നമുക്ക് ഈ കറി ഒന്ന് വേകുന്നതിനും വരെ അടച്ച് വെക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം എന്താ നമ്മൾ കറി തുറന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഇത് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആവുമേ. ഇപ്പോൾ നമ്മുടെ നല്ല നാടൻ പോർക്ക് കറി നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയായി വന്നിട്ടുണ്ട്. ചക്കപ്പുഴുക്കിൻ്റെ കൂടെയും കപ്പ വേവിച്ചതിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ കറി. അപ്പം നമ്മളിന്നിവിടെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള റെസിപ്പീസിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.
അപ്പം നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.